എന്നെ ഓടിച്ചിട്ടപ്പോൾ ഞാൻ ഈ തോക്ക് ആനയുടെ നേരെ വലിച്ചെറിഞ്ഞു. അന്ന് പറ്റിയ പാടാണ് ഈ കാണുന്നത്. വേറൊരു ഡോക്ടറും കൂടി മയക്കുവെടി വയ്ക്കാനുണ്ടായിരുന്നു. ആ ഡോക്ടർ ഒരു 3 പ്രാവശ്യത്തെ മയക്കുവെടി വെച്ചിട്ട് ആന മയങ്ങാണ്ടായപ്പോൾ ഫോറസ്റ്റുകാർ വന്നിട്ട് എന്നോട് ഇതിനെ മയക്കുവെടി വയ്ക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. റോട്ടിൽ വെച്ചിട്ടുള്ളതായിരുന്നു തടസ്സം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു തടസ്സം വയ്ക്കുമെന്ന് പറഞ്ഞില്ലേ. എൻ്റെ ബുദ്ധിമോശത്തിന് ഞാൻ തടസ്സം വെച്ചത് ഫോറസ്റ്റുകാരുടെ തന്നെ ജീപ്പായിരുന്നു. ഈ ആന മയക്കുവെടി കൊണ്ട് തിരിഞ്ഞപ്പോൾ ആ ഡ്രൈവർ പേടിച്ചു പോയി. അയാൾ വണ്ടി എടുത്ത് ഓടിക്കളഞ്ഞു. അപ്പോൾ ഞാൻ വണ്ടിയിലേക്ക് ചാടി കയറാൻ നോക്കിയാൽ ഞാൻ വണ്ടിയുമ്പോൾ എനിക്ക് പിടുത്തം കിട്ടില്ല. വണ്ടിയുടെ സ്പീഡാണല്ലോ. ഞാൻ ആനയുടെ മുമ്പിലേക്ക് വീണു. ആന എന്നെ അറ്റാക്ക് ചെയ്തു. പിന്നെ ഞാൻ അവിടെ നിന്ന് എണീറ്റ് ഓടാൻ നോക്കിയപ്പോഴേക്കും ഞാൻ വീണ്ടും വീണുപോയി. അപ്പോൾ എനിക്ക് ആനയുടെ കാല് കാണാൻ പുറകില്ല. അപ്പോൾ ഞാൻ താഴെ ഉരുണ്ട സമയത്ത് ഈ തോക്ക് ആനയുടെ മുമ്പിലേക്ക് നിരക്കിയിട്ടു. മെയിൻ റോഡിൻ്റെ സൈഡിലൊരു ചെറിയൊരു ഇടവഴി ഉണ്ടായിരുന്നു. ആ ഇടവഴിക്ക് എനിക്ക് ചാടാൻ പറ്റി. ആന കുറച്ച് ദൂരം കൂടി പോയി ആന അവിടെ മയങ്ങി നിന്നു. മയക്ക് വെടി വെക്കാനായിട്ട് നമുക്കിപ്പോൾ ജില്ലയിൽ ഒരു ഡോക്ടറാണ്, നോർത്ത് പറവൂർ വെറ്റിനറി പോളിക്ലിനിക്കിലെ വെറ്റിനറി സർജനായ ഡോക്ടർ ഗിരീഷ് യു ആണ് നമുക്കിതിൽ പരിചയസമ്പന്നനും ലൈസൻസും ഉള്ള ഒരു ഡോക്ടർ. 1998 ആദ്യമായിട്ട് മയക്കുവെടി തുടങ്ങിയത്. അത് ആദ്യമായിട്ട് മയക്കുവെടി വെച്ചത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അടുത്ത് തന്നെയായിരുന്നു, പറവൂരായിരുന്നു. അപ്പോൾ എൻ്റെ പരിചയക്കാർ എൻ്റെ ചുറ്റുമുണ്ടെന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാൻ ആദ്യം ഒന്നാമത്തെ മയക്കുവെടി വെച്ചത്. അപ്പോൾ 100 ചില്ലാൻ എണ്ണം ഇന്നത്തെ ഇത്രയും കാലത്തിനിടയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ 400 ചില്ലാൻ ആനകളെ വെച്ചിട്ട് കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളും എന്ന് പറഞ്ഞാൽ ആനകൾക്കൊരു ഹെവി ലോഡ് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായൊരു ഉത്സവം നടക്കുമ്പോൾ അവിടെ സങ്കടകരമായ ഒന്നും സംഭവിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് ഓടി മാറാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഇങ്ങനെ മതിൽക്കെട്ടിനുള്ളിൽ നടക്കുന്ന ഉത്സവങ്ങൾക്ക് കുറവാകുമ്പോൾ അതിനുള്ളിൽ കൊണ്ടുവരുന്ന ആനകൾ എപ്പോഴും പരമാവധി നല്ലതാവാൻ ഉത്സവ കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കണം. കേവലം ഒരു കാരവടിയുടെ ബലത്തിൽ മനുഷ്യർ അടക്കം പഠിപ്പിച്ചു കൊണ്ടു നടക്കുന്ന ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയാണ് താനെന്ന വലുപ്പം ആനയ്ക്കറിയില്ല. ആനയടുത്ത് ആന എഴുന്നള്ളിക്കാൻ തുടങ്ങുമ്പോഴും കൊണ്ടുവന്ന് നിർത്തിയാലും എവിടെ പോയാലും ഈ ജനങ്ങളെ കൊണ്ട് വലിയ ശല്യങ്ങൾ. നമ്മൾ മാറി നിൽക്കാൻ പറഞ്ഞാൽ നമ്മളൊക്കെ കേൾക്കട്ടില്ലാത്ത അഭ്യാസങ്ങൾ പറയും, ചീത്ത വർത്തമാനങ്ങളായി പറയുന്നത്. നിങ്ങളെ ആനയെ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ആനയെ കണ്ടിട്ടില്ലേ, ഞങ്ങൾ പണ്ട് കാട്ടിൽ കയറി ആനയുടെ വാലയെ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഭയങ്കര ശല്യങ്ങളാണ്. നല്ല പിള്ളേരും ഉണ്ട്. അതായത് അവർ പെട്ടെന്ന് എക്സൈറ്റഡ് ആവും, ഇതിന് ചുറ്റും കൂടും. അവരതിൻ്റെ റിസ്കിനെ പറ്റി ആലോചിക്കുന്നില്ല. ഒരു ആന തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 1000 പേരാണ്. അപ്പോൾ അവരെ നിയന്ത്രിക്കലാണ് ആനയെ നിയന്ത്രിക്കുന്നതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ട് വരാറ്. ആനയ്ക്ക് എന്ന് പറഞ്ഞാൽ അഷ്ടപ്രഹരം എന്നാണ് പറയുക. 8 ഭാഗം കൊണ്ട് ആനയ്ക്ക് ഒരാളെ ആക്രമിക്കാമെന്ന് പറയും. എത്ര പരിചയമുള്ള ആനയായാലും എത്ര പരിചയമുള്ള ആനക്കാരനായാലും അത് വളരെ ശ്രദ്ധിക്കണം. ഈ പണ്ടാരം ഒരു മൊബൈലുണ്ടല്ലോ, ഇതും പൊക്കിക്കൊണ്ടെങ്കിൽ നടക്കുകയല്ലേ മനുഷ്യൻ ശരീരത്തിന്. ഫോട്ടോ എടുക്കാൻ പെമ്പിള്ളേർ വരെ 10-16 പെമ്പിള്ളേർ വന്നെ ആനയുടെ മുമ്പേ പിടിക്കുക. ഇതൊരു വന്യജീവിയാണ്. നമ്മൾ പറയണത് കേട്ടനുസരിച്ച് നിൽക്കണമെന്നല്ല, നമ്മളെ പേടിച്ച് നിൽക്കുന്ന ഒരു ജീവിയാണത്. അപ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും അതിൽ നിന്നുള്ള റിയാക്ഷൻസ് ഉണ്ടാവാം. അപൂർവമായെങ്കിലും അവൻ ആ തനി സ്വരൂപത്തിലേക്ക് മാറാൻ നിർബന്ധിതനാകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾക്ക് കമ്പനി ഉത്തരവാദിയുമല്ല. ഇതിൻ്റെ സൂചിയാണ് പിന്നെ പിടിപ്പിച്ചിട്ട് ഇവിടെ ഒരു ചേമ്പറുണ്ട്. ഈ ചേമ്പറിൽ ആദ്യം മരുന്ന് ഇറക്കും, ഇത് സൂചി പിടിപ്പിക്കും. സൂചിയുടെ മരുന്ന് പോണ ദ്വാരം സൈഡിലാണ്. ഇത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനമുണ്ട്, ഇത് വെച്ചിട്ട് നമ്മളിത് അടയ്ക്കും. ഇവിടെ നമ്മൾ എയർ പ്രഷർ കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ലോഡ് ചെയ്യുകയാണ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ ലോഡ് ചെയ്തതിന് ശേഷം മയക്കുവെടി വയ്ക്കുമ്പോൾ ഇത് പാസ് ചെയ്തിട്ട് മൃഗത്തിൻ്റെ മേലെ ഒന്ന് ഇതിങ്ങനെ ഇടിക്കുമ്പോൾ ഇവിടെയുള്ള ആ അടച്ചു വെച്ച കവർ പുറകോട്ട് നീങ്ങുമ്പോൾ ഇവിടെയുള്ള എയർ പ്രഷർ കൊണ്ട് ഇതിൻ്റെ പിസ്റ്റൺ നീങ്ങുകയും ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നിറച്ച മരുന്ന് അനിമലിൻ്റെ ശരീരത്തിൽ കയറുകയും ചെയ്യും. മയക്കുവെടി ഏറ്റവും കുറവ് വയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന.